取り組んだっていうのが復興にその大きないい影響を与えたのではないかなと思います。その時代的な背景があって復興がうまくいったっていうのもあると思うので。I have an opportunity to visit Hiroshima and ഓഗസ്റ്റ് 6 സമയം രാവിലെ 8:15. ജപ്പാനിലെ ഹിരോഷിമ നഗരം പതിവ് പോലെ ഉണർന്നിരുന്നു. കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നു, തൊഴിലാളികൾ ജോലിക്കിറങ്ങുന്നു, കടകൾ തുറക്കാനൊരുങ്ങുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം ഈ സാഹചര്യമെല്ലാം അടിമുടി മാറുമെന്ന് ആ നഗരത്തിലെ ആരും അറിഞ്ഞിരുന്നില്ല. ഒരു മിന്നൽ പോലെ തുടർന്ന് സൂര്യനേക്കാൾ തീവ്രമായ പ്രകാശത്തോടെ മനുഷ്യചരിത്രം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്ന് അവിടെ സംഭവിച്ചു. ഹിരോഷിമയുടെ മുകളിൽ പൊട്ടിത്തെറിച്ച ആണവ ബോംബ് ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ നഗരത്തിൻ്റെ വലിയൊരു ഭാഗം ഇല്ലാതാക്കി. 1945 അവസാനത്തോടെ ഏകദേശം 1,40,000 പേർ മരിച്ചതായി കണക്കാക്കപ്പെടുന്നു. നഗരത്തിലെ കെട്ടിടങ്ങളുടെ ഏകദേശം 92% തകർന്നോ കത്തിനശിച്ചോ ഇല്ലാതായി. സ്ഫോടന കേന്ദ്രത്തിനടുത്ത് താപനില 1000 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തി. 3 ദിവസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് 9 അതേ ദുരന്തം നാഗസാക്കിയും തേടിയെത്തി. അവിടെയും 10,000 ജീവനുകൾ നഷ്ടമായി. യുദ്ധത്തിൽ ആണവായുധം ഉപയോഗിക്കപ്പെട്ട ലോകത്തിലെ ഏക സംഭവമായി ഹിരോഷിമയും നാഗസാക്കിയും ഇന്നും ചരിത്രത്തിൽ നിലകൊള്ളുന്നു. എന്നാൽ ഈ കഥ നാശത്തിൻ്റെ കഥ മാത്രമല്ല, ഇത് അതിജീവനത്തിൻ്റെ കൂടി കഥയാണ്. 私がそういう漫画でその裸足の弦っていう漫画で読んで思ったのは、やっぱりその日本人のその将来に対する気持ちだったり、あとはオリンピックがあったので、そのオリンピックに向けて人々が一致団結して取り組んだっていうのが復興にその大きないい影響を与えたのではないかなと思います。ലോകം കരുതിയത് ഹിരോഷിമ ഇനി ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കില്ല എന്നായിരുന്നു. വിഘടനത്തിൻ്റെ ഭീഷണി കാരണം ആ നഗരം വർഷങ്ങളോളം മനുഷ്യവാസത്തിന് അനുയോജ്യമാകില്ലെന്നും പലരും കരുതി. പക്ഷേ ജപ്പാനിലെ മനുഷ്യരുടെ മനസ്സുറപ്പ് ആ പ്രവചനങ്ങളെയെല്ലാം മറികടന്നു. ബോംബാക്രമണത്തിന് പിന്നാലെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ റെയിൽ സർവീസുകളും ട്രാം സർവീസുകളും ഭാഗികമായി പുനരാരംഭിച്ചു. കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ ഉദ്യോഗസ്ഥരും സാധാരണക്കാരും രാവും പകലും പ്രവർത്തിച്ചു. പിന്നീട് പ്രത്യേക നിയമങ്ങളുടെ പിന്തുണയോടെ ഹിരോഷിമയുടെ പുനർനിർമ്മാണം വേഗത്തിലാക്കി. 1949 ഹിരോഷിമയെ ഔദ്യോഗികമായി ഒരു പീസ് മെമ്മോറിയൽ സിറ്റിയായി പ്രഖ്യാപിക്കുന്ന നിയമം നിലവിൽ വന്നു. ഇന്ന് ഹിരോഷിമയെ കാണുമ്പോൾ ഒരിക്കൽ അത് ചാരമായിരുന്നു എന്ന് വിശ്വസിക്കാൻ ആർക്കും പ്രയാസമാണ്. വിശാലമായ റോഡുകൾ, ആധുനിക കെട്ടിടങ്ങൾ, സർവകലാശാലകൾ, വ്യവസായങ്ങൾ, സാങ്കേതിക വിദ്യ, പച്ചപ്പാർന്ന പാർക്കുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ജീവിക്കുന്ന ഒരു സമ്പൂർണ്ണ നഗരമായി അത് മാറിക്കഴിഞ്ഞു. എന്നാൽ ആ നഗരം ഒരു കാര്യം മറന്നില്ല, ആ ദുരന്തത്തിൻ്റെ ഓർമ്മ. സ്ഫോടന കേന്ദ്രത്തിന് സമീപം ഇന്നും നിലകൊള്ളുന്ന ഗെൻബാക്കു ഡോം അഥവാ ആറ്റോമിക് ബോംബ് ഡോം മനുഷ്യരാശിക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ കെട്ടിടം നാശത്തിൻ്റെ സ്മാരകമല്ല, സമാധാനത്തിൻ്റെ പ്രതീകമായി ഇന്ന് നിലകൊള്ളുന്നു. 復興には相当な時間がかかると思うんですけど、日本のその後の高度経済成長とか、すごいその所得が増えたっていうのもあって、比較的、今原爆が起こった原爆による被害があったとしても、あそこまでの復興は正直なかなか大変なんじゃないかなっていうのは思います。で、その時代的な背景があって復興がうまくいったっていうのもあると思うので、それが今後世界においては、その少なくとも、その町に対して大きな影響があったっていう出来事は災害などにおいての一つのパターンとしては、使えるというか経験として世界に伝えていくことはできるのかなとは思います。നാഗസാക്കിയുടെയും കഥ അങ്ങനെ തന്നെയാണ്.
വ്യാപാരത്തിൻ്റെയും കപ്പൽ നിർമ്മാണത്തിൻ്റെയും സാംസ്കാരിക പൈതൃകങ്ങളുടെയും കേന്ദ്രമായിരുന്ന നഗരം ഇന്ന് വീണ്ടും അങ്ങനെ തന്നെ ജീവിക്കുന്നു. ആശുപത്രികളും സർവകലാശാലകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ആധുനിക വ്യവസായങ്ങളും ചേർന്ന് നാഗാസാക്കി വീണ്ടും ലോകഭൂപടത്തിൽ ശക്തമായ സാന്നിധ്യമായി. പക്ഷേ ഈ രണ്ട് നഗരങ്ങളുടെ യഥാർത്ഥ ശക്തി അവരുടെ കെട്ടിടങ്ങളിലല്ല, അവരുടെ ഓർമ്മയിലാണ്. ഓരോ വർഷവും ഓഗസ്റ്റ് 6-നും 9-നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ ഹിരോഷിമയിലും നാഗാസാക്കിയിലും എത്തുന്നു. I have an opportunity to visit Hiroshima and I realized and visited the museum about atomic bomb, and there I realized there is a lot of foreign people to visit there. There is a less elderly people who survived and experienced Hiroshima or Nagasaki incident. യുദ്ധത്തെ ആഘോഷിക്കാനല്ല ഈ വിനോദസഞ്ചാരികൾ അവിടേക്ക് ഒഴുകിയെത്തുന്നത്, സമാധാനത്തെ ഓർക്കാനാണ്. ആണവായുധങ്ങൾ മനുഷ്യരാശിക്ക് എത്ര വലിയ വിനാശമാണ് ചെയ്തു വെച്ചതെന്ന് അടുത്ത തലമുറയോട് പറയാനാണ്. ജീവനോടെ ശേഷിക്കുന്ന ഹിബാകുഷ എന്ന് വിളിക്കുന്ന ആണവ ബോംബിനെ അതിജീവിച്ചവർ വർഷങ്ങളായി അവരുടെ അനുഭവങ്ങൾ ലോകത്തോട് പങ്കുവച്ചിരുന്നു. ഇന്ന് നേരിട്ട് അനുഭവങ്ങളുള്ളവരുടെ എണ്ണം കുറയുന്നതിനാൽ അവരുടെ കഥകൾ രേഖപ്പെടുത്തി അടുത്ത തലമുറയിലേക്ക് കൈമാറാനുള്ള ശ്രമങ്ങളും ശക്തമാകുന്നു. ഹിരോഷിമയും നാഗസാക്കിയും ലോകത്തിലെ ഏറ്റവും ശക്തമായ നഗരങ്ങളായതുകൊണ്ടല്ല നമ്മൾ ഓർക്കേണ്ടത്. ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തം അനുഭവിച്ചിട്ടും പ്രതികാരത്തിൻ്റെ നഗരങ്ങളാകാതെ സമാധാനത്തിൻ്റെ നഗരങ്ങളാകാൻ അവർ സ്വയം തിരഞ്ഞെടുത്തതുകൊണ്ടാണ്. ഒരു നഗരം ചാരമായാൽ കെട്ടിടങ്ങൾ വീണ്ടും പണിയാം, പക്ഷേ വിശ്വാസം, പ്രതീക്ഷ, മനുഷ്യത്വം അവയെല്ലാം പുനർനിർമ്മിക്കാൻ തലമുറകൾ വേണം. എന്നാൽ ജപ്പാൻകാർ അത് പുനർനിർമ്മിച്ചത് ദിവസങ്ങൾ കൊണ്ടാണ്. ആ ദൗത്യമാണ് ഹിരോഷിമയും നാഗസാക്കിയും 80 വർഷമായി തുടരുന്നത്. ഇന്നവ ലോകത്തിലെ വികസിത നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കാം. എന്നാൽ അവരുടെ ഏറ്റവും വലിയ നേട്ടം സാമ്പത്തിക വളർച്ചയോ സാങ്കേതിക വിദ്യയിലുണ്ടാക്കിയ മുന്നേറ്റമോ അല്ല, മറിച്ച് ചാരത്തിൽ നിന്നുയർന്നു വന്ന് ലോകത്തോടൊരു വാക്കു പറയാൻ കഴിഞ്ഞതാണ്. യുദ്ധം ആരും ജയിക്കുന്നില്ല, സമാധാനമാണ് മനുഷ്യരാശിയുടെ നിലനിൽപ്പും ഏക വിജയവും.